ജനങ്ങൾ ഈ 8 വർഷം കൊണ്ട് ഇതെല്ലാം കാണുകയാണ്. മന്ത്രി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പാവപ്പെട്ട അമ്മച്ചിമാർക്ക് മെച്ചം പോലുമില്ല. ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടല്ല. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് പിണറായി വിജയൻ്റെ ഉള്ള എന്തോ ഒരു ഒറ്റ അയാളെ മന്ത്രിയാക്കിയില്ല എന്നുള്ള ഒരു ഇത് വെച്ചാണ് അയാൾ മാറി. ആര് ചെയ്ത് ഇത്രയും കാലം ജനിച്ചില്ലേ? ഇവിടെ എന്തൊക്കെ ചെയ്ത് എന്തിനാണ് കാണുന്ന ആൾ? പാവപ്പെട്ടവർ എന്തുണ്ട്? അൻവറിന് സാധ്യത കാണുന്നില്ല. കാരണം അൻവറിൻ്റെ സീറ്റാണല്ലോ അൻവറായിട്ടാണല്ലോ ആ സീറ്റ് പോയത്. യൂസഫ് പത്താനൊക്കെ വന്നപ്പോഴത്തേക്കും ഉണ്ടായെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് താരത്തിന് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ്. നമസ്കാരം. കൊട്ടിക്കലാശത്തോടെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് കാത്തുനിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയം. തുടക്കത്തിൽ കണ്ട അൻവറിനെ ആയിരുന്നില്ല പിന്നീട് പ്രചാരണ പരിപാടികളിൽ അങ്ങോളം ഇങ്ങോളം കണ്ടത്. ഇത്തവണ നിലമ്പൂർ ആരായിരിക്കും നേടുക? ജനങ്ങളുടെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കാം. നിലമ്പൂർ പോരാട്ടമാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. ആദ്യമെങ്കിലും ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ LDFനെയും UDFനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അൻവർ മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പൊ അൻവറിന് എന്തെങ്കിലും ഒരു ചാൻസ് അവിടെ ഉണ്ടെന്ന്? ഇല്ല, അൻവറിനെ കാണുന്നില്ല. UDF വരുന്നുണ്ട്, UDF ജയിക്കും. ഇത് തന്നെയാണ് കാരണം. LDF അവിടെ വരില്ല, ഉറപ്പാണ് 100% ഗ്യാരണ്ടി. ജനങ്ങൾ ഈ 8 വർഷം കൊണ്ട് ഇതെല്ലാം കാണുകയാണ്. മന്ത്രി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പാവപ്പെട്ട അമ്മച്ചിമാർക്ക് മെച്ചം പോലുമില്ല. ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറിയണമെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അൻവറിന് എന്തെങ്കിലും സാധ്യത ചേട്ടൻ നിലമ്പൂര് കാണുന്നുണ്ടോ? കുറച്ച് അവരുടെ വോട്ട് പിടിക്കും. ഇപ്പൊ ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ചേട്ടന്റെ ഇപ്പോഴത്തെ പ്രചാരണ പരിപാടികൾ കണ്ടിട്ട് ആര് വിജയിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ചേട്ടന് അങ്ങനെ തോന്നിയത്? കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലായിടവും അവർ തമ്മിൽ തന്നെ തിരിച്ചടികൾ തമ്മിൽ അടികളല്ലേ പാർട്ടികൾ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ട്. അൻവറിന് നിലമ്പൂരിൽ എന്തെങ്കിലും വിജയ സാധ്യത കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയുന്നേ? അതവിടെ മറ്റേ ഇടത് സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത്. അത് ജനിച്ചു വളർന്ന പുള്ളിയാണ്, അവിടുത്തെ നേറ്റിവിറ്റിയുള്ള പുള്ളിയാണ്. പക്ഷേ ഇവിടെ ശക്തമായിട്ടൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് LDFനെതിരെ. അപ്പോൾ സ്വരാജ് അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇല്ല അതിനെയൊക്കെ മറികടന്നുള്ള ഒരു ഫലം UDFനാണ് സാധ്യത. എന്തുകൊണ്ടാണ് സാറിന് അങ്ങനെ തോന്നുന്നത്? ഇന്ന് കഴിഞ്ഞ 9 വർഷത്തെ കേരളത്തിലെ പിന്നണി ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹപരമായ നടപടികൾ എല്ലാ മേഖലകളും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. സർക്കാർ ജീവനക്കാരും ശരി തന്നെ, അതേപോലെ ആശാവർക്കന്മാർ സമരം അത് ഈ ഗവൺമെൻറ്റിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാർ, അൻവറിന് എന്തെങ്കിലും ഒരു വിജയ സാധ്യത പറ്റിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ജനങ്ങളുടെ മുമ്പേ ഈ തെരഞ്ഞെടുപ്പ് പഠിച്ചേൽപ്പിച്ച അൻവറിനെയാണ്. അയാൾ ഇടതുപക്ഷത്തിന് രാജിവെച്ച് പോകേണ്ട കാരണങ്ങൾ എന്താണെന്ന് അയാൾ വെളിപ്പെടുത്തുന്നില്ല. ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അതേ വിടില്ല. അപ്പോൾ അയാളുടെ ഒരു അല്ല അവിടെ അല്ല. പക്ഷേ ഇപ്പോൾ പ്രചാരണ പരിപാടികളിലുടനീളം അദ്ദേഹം ഒരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. അതിലൂടെ എന്തെങ്കിലും ഒരു വിജയ സാധ്യത കാണാൻ പറ്റുമോ? പ്രതീക്ഷ ഒന്നുമില്ല. സ്വരാജ് തന്നെയാണ്. എന്തുകൊണ്ടാണ് സാറിന് അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ ആണെന്ന് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണം വളരെ മെച്ചപ്പെട്ട ഭരണങ്ങളാണ്. ഇപ്പോൾ സാമൂഹിക പെൻഷൻ ഇപ്പോൾ 60 വയസ്സുകാർക്ക് സാമൂഹിക പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് മറ്റുള്ള UDF ഗവൺമെൻറ്റും മറ്റുമൊക്കെ ഇരുന്ന അവസരത്തിൽ അത് മാസങ്ങളായിട്ട് കുടിശ്ശിക വന്നിട്ട് തീർത്ത് അവരുടെ ഭരണത്തിന് മുമ്പ് അത് തീർത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ഏതാണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി വന്നതിന് ശേഷം അതിൽ 2 മാസം അത് കുടിശ്ശിക സഹിതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ ഇലക്ഷനോട് കൂടി ചിലപ്പോൾ അത് 2500 വർദ്ധിപ്പിക്കാനും സാധ്യതകളുണ്ട്. സാധാരണ ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു ഭരണമായിരിക്കും വീണ്ടും ഈ പാർട്ടി LDF ഭരണത്തിൽ. സർ, PV അൻവറിന് എന്തെങ്കിലും ഒരു വിജയ സാധ്യത കാണുന്നുണ്ടോ? PV അൻവറിന് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കാര്യമില്ല. അൻവർ അവിടെ ജയിക്കില്ല. എന്തായാലും ജയിക്കില്ല. LDF UDF ജയിക്കുള്ളൂ. മിക്കവാറും മുൻതൂക്കം LDFനാണ്. LDF ജയിക്കാൻ സാധ്യതയുള്ളൂ. കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ചോ. സാർ, എന്തുകൊണ്ടാണ് PV അൻവറിന് ഒരു സാധ്യത കാണാതിരിക്കാനുള്ള കാരണം? അൻവർ സാധ്യത കാണാതിരിക്കാന്ന് പറഞ്ഞാൽ PV അൻവർ LDFിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്ന് ജയിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് പിണറായി വിജയൻ്റെ ഉള്ള എന്തോ ഒരു ഒറ്റ അയാളെ മന്ത്രിയാക്കിയില്ല എന്നുള്ള ഒരു
ഇത് വെച്ചാണ് അയാൾ മാറിയത്. അല്ല വേറെ ഒരു ഡിമാൻഡ് ഇടില്ല അയാൾ, അല്ലെങ്കിൽ ഭരണത്തിന് കോട്ടങ്ങള നേട്ടങ്ങള ഒന്നും വെച്ചല്ല മാറിയത്. അയാളെ വ്യക്തിപരമായ കാര്യം വെച്ച് അയാളെ മന്ത്രിയാക്കിയില്ല എന്നുള്ള MP ആക്കിയില്ല എന്നുള്ള ഒരു ഇത് വെച്ച് അയാൾ മാറിയത്. അതുകൊണ്ട് അൻവറൊന്നും ഒരിക്കലും ജയിക്കാൻ പോണില്ല, കുറച്ച് വോട്ടേ പിടിക്കുകയും ചെയ്യുള്ളൂ. LDF UDF ജയിക്കാൻ സാധ്യതയുള്ളൂ, അതിൽ മുൻതൂക്കം LDF. അൻവറിന് സാർ എന്തെങ്കിലും സാധ്യത അവിടെ കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല. എന്തുകൊണ്ടാ സാർ? അത് ചെറിയ ഇതല്ലേ, ഓ 40 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിനുള്ള പെട്ടെന്ന് ചെറിയ ഇതുകൊണ്ട് ഉണ്ടാവില്ല. ഇല്ല. സാർ ആർക്കാ വിജയ സാധ്യത കാണുന്നത് അവിടെ? അവിടെ UDF UDF-നായിരിക്കും. നിലമ്പൂരിൽ അൻവറിന് എന്തെങ്കിലും സാധ്യത സാർ കാണുന്നുണ്ടോ? അൻവറിന് സാധ്യത ഇല്ല. എന്തുകൊണ്ടാ സാർ? സാറെന്ന് വെച്ചാൽ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പുള്ളിയുടെ പോക്ക് ആർക്കും അവിടെ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല. വിജയ സാധ്യത ആർക്കാ സാർ? മറ്റേ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് ലീഗിന്. അദ്ദേഹത്തിലൂടെ എന്തെങ്കിലും മാറ്റം നിലമ്പൂരിൽ വരുമെന്ന് കരുതുന്നു? വരുന്നുണ്ട്. കാര്യം അങ്ങനെ അവിടെ നല്ല കാര്യങ്ങൾ നേരത്തെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുടെ ഫാദർ ഇരുന്ന സമയത്ത് അങ്ങനെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. ആര് ജയിച്ചിട്ട് എന്ത് കാര്യം ജനങ്ങൾക്ക്? ആര് ജയിച്ചു? ഇത്രയും കാലം ജയിച്ചില്ലേ? ഇവിടെ എന്തൊക്കെ ചെയ്ത് എന്തിനാണ് കാണുന്ന ആൾ? പാവപ്പെട്ടവർ എന്തുണ്ട്? ഒന്നുമില്ല. അതിൽ ഒന്നും പറയാനില്ല. അൻവറിന് എന്തെങ്കിലും ഒരു സാധ്യത നിലമ്പൂർ കാണുന്നുണ്ടോ? വേറെ ആദ്യമേ UDF-ന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോയാനാ. ഇപ്പോൾ ഈ രണ്ടും ഘട്ട പരുവത്തിൽ നിന്ന് അങ്ങും ഇല്ല ഇങ്ങും ഇല്ലാത്ത കണ്ടീഷനാകും അവസാനം. അവിടെ UDF ജയിച്ചു പോവുകയും ചെയ്യും. അൻവറിന് എന്തെങ്കിലും ഒരു വിജയ സാധ്യത കാണുന്നുണ്ടോ? വിജയസാധ്യത ഒട്ടും തന്നെ ഇല്ല. എന്നാലും പ്രതീക്ഷിച്ചാലും സ്വല്പം വോട്ട് കൂടുതൽ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ ആർക്കാണ് അവിടെ ഒരു വിജയ സാധ്യത കാണുന്നത്? വിജയസാധ്യത എനിക്ക് കാണുന്നത് LDF കാൻഡിഡേറ്റാണ്, സ്വരാജിനാണ്. എന്തുകൊണ്ടാ സാർ? സ്വരാജ് നല്ല ഒരു പൊതുപ്രവർത്തനാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെയധികം മാറ്റമുണ്ട്. വളരെയധികം മാറ്റം, നല്ല ഒരു പ്രവർത്തനമാണ്. പിന്നെ മാറ്റങ്ങളും വികസനത്തിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടോടും കൂടി അത് ജയിക്കാൻ തീരെ സാധ്യതയില്ല. പക്ഷേ വന്നാലും BJP വന്നാലും വളരെ നല്ലതാണ്. അൻവറിന് സാധ്യത കാണുന്നില്ല. കാരണം അൻവറിന്റെ സീറ്റാണല്ലോ അൻവറായിട്ടാണല്ലോ ആ സീറ്റ് പോയത്. അതുകൊണ്ട് സാധ്യതയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ അൻവർ നിരപരാധിയായിട്ട് ആ സീറ്റ് പോയാൽ അൻവർ ജയിക്കാൻ നല്ല ബലമാണ്. അപ്പൊ ഞാനായാലും ചിന്തിക്കും അൻവറിന്റെ കയ്യിരുന്ന സീറ്റ് അൻവറാണ് കളഞ്ഞത്. ജനങ്ങളെങ്ങനെ ചിന്തിക്കുമെന്ന് അറിയാവില്ല. പിന്നെ ശക്തമായ രണ്ട് മുന്നണി തൊട്ട് BJP എല്ലാം ഉള്ളതുകൊണ്ട് അൻവറിന്റെ സാധ്യത തോന്നുന്നില്ല. സാറിന്റെ കാഴ്ചപ്പാടിൽ അൻവർ അല്ലാതെ വേറെ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ വിജയിക്കുക? അവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ച് നോക്കിയാൽ സർക്കാരിന്റെ എതിരൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ UDF-ന് തന്നെ ചാൻസ് കൂടുതലുള്ള, അത് LDF-ന് സാധ്യത തള്ളിക്കളയാൻ പറ്റും. പ്രചാരണ പരിപാടികൾ നമ്മൾ TV-യിലൂടെയും മാധ്യമങ്ങളിലൂടെയും മറ്റും കാണുന്നുണ്ടല്ലോ. അൻവറിനാണ് ഒരു ഹോപ്പ് കാണുന്നത്. അൻവറിന് നിലമ്പൂർ ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നില്ല. ഇല്ല. സാധ്യത കാണുന്നില്ല. എന്തുകൊണ്ടാണ്? LDF-ഓ UDF-ഓ ആരെങ്കിലും ജയിക്കും. അൻവർ കുറച്ച് വോട്ട് വ്യക്തിപരമായിട്ട് പിടിച്ചു മാറ്റും എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ യൂസഫ് പത്താനൊക്കെ വന്നപ്പോഴത്തേക്കും ഉണ്ടായെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് താരത്തിന് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ്. അല്ലാതെ ഒന്നും ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. അൻവർ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വോട്ട് പിടിക്കും. അത് ആരെ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പുറമെ പറയാൻ പറ്റില്ല. ഒന്നീ LDF അല്ലെങ്കിൽ UDF, രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, അത് ഉറപ്പാണ്.